ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരോ നബിയുടെ പെൺമക്കളോ ഒന്നും ഇങ്ങനെ പള്ളിയിൽ പോയതായിട്ട് എനിക്കറിയില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. അതാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മളുടെ ആളുകൾ പറയാറുള്ളത്. നബിയോ നബിയുടെ മക്കളോ അല്ല നബിയുടെ ഭാര്യമാരോ മക്കളോ ഒന്നും പള്ളിയിൽ പോയിട്ടായിട്ട് എനിക്കറിയില്ല എന്ന് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഏതോ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞത് തെറ്റാണ്. ഇമാം ഷാഫിയെ തിരുത്തി പറയാമെന്ന് നമ്മൾ വിചാരിക്കരുത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വളരെ വ്യക്തമായി ഹദീസുകളിൽ വന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും മക്കളും പെൺമക്കളും ഒക്കെ അവരൊക്കെ പള്ളിയിൽ പോയിരുന്നു, അവരൊക്കെ പള്ളിയിൽ പോകാൻ നബി പറഞ്ഞിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അതുപോലത്തെ അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഖ്രിജു ബനാതിഹി വനിസാഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരെയും തന്റെ പെൺമക്കളെയും കൊണ്ടുവരും ഫിൽ ഈദൈനി, പെരുന്നാൾ നമസ്കാരത്തിന്. നാട്ടിലുള്ള ശുദ്ധിയില്ലാത്ത സ്ത്രീകളെ അടക്കം കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞ റസൂലുള്ള തന്റെ പെൺമക്കളെയും ഭാര്യമാരെയും വരണ്ടെന്ന് പറയൂ? സ്വാഭാവികമായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോ അവരെയൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ വ്യക്തമാണ്. ഈ തറാവീഹ് നിസ്കാരത്തിന്റെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസമാണ് പള്ളിയിൽ വെച്ച് തറാവീഹ് നിസ്കരിച്ചിട്ടുള്ളത്. അതിലെ 3ാമത്തെ ദിവസത്തിനെ പറ്റി വിവരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഫലമ്മാ കാനത്തി സാലിസതു, 3ാമത്തെ ദിവസം ജമഅ അഹ്ലഹു വനിസാഅഹു, തന്റെ വീട്ടുകാരെയും തന്റെ ഭാര്യമാരെയും വന്നാസ്, ആളുകളെയൊക്കെ നബി ഒരുമിച്ച് കൂട്ടി. ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. ഫഖാമ ബിന, എന്നിട്ട് നബി ഞങ്ങൾക്ക് ഇമാമ് നിന്നാണ് നിസ്കരിച്ചു. എത്ര നേരം? ദീർഘമായി നിസ്കരിച്ചു. തറാവീഹാണ്, ദീർഘനേരം നിസ്കരിച്ചു. എത്താ ഖശീന അൻ യഫൂതനൽ ഫലാഹ്, ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ സമയം കിട്ടൂലേ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. അത്താഴം കഴിക്കാൻ സമയം കിട്ടൂലേ എന്ന് ഭയപ്പെടുമാറ് ദീർഘമായി നബി നമസ്കരിച്ചു. ആ നിസ്കാരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമഅ അഹ്ലഹു വനിസാഅഹു, തന്റെ ഭാര്യമാരെയും തന്റെ വീട്ടിലുള്ള ആളുകളെയും പെൺമക്കള് അവരെ എല്ലാവരും നബി തന്നെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. നബി തന്നെ അവരെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായി ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഈ കിടപ്പ് നിൽക്കുന്നത്. നബിന്റെ കാലത്ത് ഈ പറഞ്ഞ എല്ലാ സംഗതികളിലും ഉണ്ട്. പിന്നെ ഇത് പാടില്ല എന്ന് പറയാൻ പലപ്പോഴും ചെയ്യുന്ന ആളുകൾ ചില ഹദീസുകൾ പറയാറുണ്ട്. അതിൽപ്പെട്ട ഒന്ന് എന്താണ്? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടാണ് അവർക്ക് ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ. വീടാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, അങ്ങനെ പറഞ്ഞാൽ തന്നെ പള്ളിയിൽ പോകാൻ പാടില്ല എന്നില്ല, പള്ളിയിൽ പോകാൻ പാടില്ല എന്നില്ല. എന്നാൽ വീടാണോ പള്ളിയിൽ പോകുന്നതിനേക്കാൾ, പള്ളിയിൽ പോകാൻ സാധിക്കുന്ന ഒരു പെണ്ണിന് പള്ളിയിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വീടാണോ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് പള്ളിയിൽ വന്നാൽ കിട്ടുന്ന ഒരു അവർക്കുള്ള വിഹിതമുണ്ട്, അത് നിങ്ങൾ തടഞ്ഞു വെക്കരുത് കേട്ടോ. ലാ തംനഉ നിസാ ഹുദൂദഹുന്ന മിനൽ മസാജിദ്, പള്ളിയിൽ വന്നാൽ അവർക്ക് ലഭിക്കേണ്ട ഹഖ്ഉണ്ടല്ലോ, അവരുടെ അവകാശം, അവർക്ക് കിട്ടുന്ന ആ ഗുണം, അത് നിങ്ങൾ ഒരിക്കലും തടയരുത് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞ ഹദീസ് എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു ഹദീസല്ല, ഒരു ഹദീസിന്റെ കഷ്ണം, ഒരു ഹദീസിന്റെ കഷ്ണം. ആ ഹദീസ് ഇങ്ങനെയാണ്: ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ വരുന്നതിൽ നിന്ന് തടയരുത്. ഫൽയഖ്റുജ്ന തഫിലാത്ത്, അവർ സുഗന്ധം പൂശാതെ പള്ളിയിലേക്ക് വരട്ടെ. അങ്ങനെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എന്നിട്ട് അതാണ് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അത്രയേ ഉള്ളൂ. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അതേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഹദീസ് സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഖാലിദ് ജുഹനി, ആയിഷ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ്
റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 6 ശിഷ്യന്മാരാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞതിന് ശേഷം നബിയുടെ നിന്ന് കേട്ട സംഗതികൾ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ 6 പേര് ഇങ്ങനെ നബിയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, സ്ത്രീകളെ പള്ളിയിൽ വരുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നാഫിഅ്, സാലിം, മുജാഹിദ്, അങ്ങനെ അവരൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത 6 പേര്. ഒന്ന് ബിലാൽ ബിൻ അബ്ദില്ല, മറ്റൊന്ന് സാലിം അബ്ദില്ല, മറ്റേ ഹബീബ് ബിൻ അബി അസ്യാബിൻ, മുജാഹിദ് ബിൻ ജുബൈർ, നാഫിഅ്, അബ്ദുല്ലാഹ് ബിൻ ജുബൈർ, ഇങ്ങനെ 6 ശിഷ്യന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ശിഷ്യൻ ഹബീബ് ബിൻ അബി സാബിത്ത് എന്ന് പറഞ്ഞ ഒരു ശിഷ്യന്റെ റിപ്പോർട്ടിൽ വന്ന ഒരു കഷ്ണമാണ് വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്നില്ല. വീടാണ് ഉത്തമം എന്നുള്ള പദം അവിടെ ഒന്നുമില്ല. 5 ശിഷ്യന്മാർ റിപ്പോർട്ട് ചെയ്തതിലുമില്ല. ഒരു ശിഷ്യൻ റിപ്പോർട്ട് ചെയ്തതിൽ ഇങ്ങനൊരു പദം കൂടി കയറി വന്നിട്ടുണ്ട്, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. അപ്പോ ഈ ഹദീസ് ഒരുപാട് സഹാബിമാരും അതുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 6 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യൻ റിപ്പോർട്ട് ചെയ്തതിൽ ഒരു കഷ്ണം മാത്രമാണ് ഈ ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. അതിനെ സംബന്ധിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. അതിനെ പറ്റിയാണ്. അപ്പൊ ഇത് മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് പള്ളിയിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വീട്ടിൽ നിസ്കരിക്കലാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളുടെ പണ്ഡിതന്മാർ പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ശരിയാകാൻ ഒരു സാധ്യതയില്ല. വീട്ടിൽ നിസ്കരിക്കലായിരുന്നു ഉത്തമം എന്നുണ്ടെങ്കിൽ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പെൺമക്കളെയും ഭാര്യമാരെയൊക്കെ പള്ളിക്ക് കൊണ്ടുപോയത്? എന്തിനാണ് ഈ സഹാബി വനിതകളൊക്കെ പള്ളിയിൽ വന്ന് നബിന്റെ കൂടെ ജമാഅത്ത് ജുമാകളിലൊക്കെ പങ്കെടുത്തത്? പിന്നെ തറാവീഹിലും ഈ ഗ്രഹണ നമസ്കാരത്തിലും ഒക്കെ പങ്കെടുത്തത്? ഇതൊക്കെ വളരെ വ്യക്തമാണല്ലോ. അപ്പോ ഈ ഒരു കഷ്ണം യഥാർത്ഥത്തിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കഷ്ണമാണ്. പല പണ്ഡിതന്മാരും അത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പല പണ്ഡിതന്മാരും ഇത് സ്വീകാര്യമായൊരു കഷ്ണമല്ല എന്ന് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ മാത്രമല്ല, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തിലെ പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്നുള്ളത് ഒരിക്കലും റസൂലുള്ളാഹിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു പെണ്ണ് ബനുൽ അശ്ഹൽ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്ന ബൈനി വ ബൈനൽ മസ്ജിദി ത്വരീഖൻ ഖദിറൻ, നബിയെ ഞാൻ താമസിക്കുന്ന സ്ഥലവും പള്ളിയും അതിൻ്റെ ഇടയിലുള്ള വഴി ആകെ ചെളി പിടിഞ്ഞ സ്ഥലമാണ്, ചെളി നിറഞ്ഞ സ്ഥലമാണ്. കൈഫ നഫ്അലു ഇദാ മുത്തിർന, മഴ പെയ്താൽ അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പള്ളിക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? ആ പെണ്ണ് സ്ത്രീ ചോദിക്കാണ്, പള്ളിക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റും, മഴ പെയ്താൽ ആകെ ചെളിയും നിറഞ്ഞു, ചെളിയും കുണ്ടൊക്കെ നിറഞ്ഞൊരു വഴിയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പള്ളിക്ക് വരുമ്പോൾ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈസ ബഅദഹാ ത്വരീഖുൻ ഹിയ അത്യബു മിൻഹാ, ആ ചെളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല വഴിയില്ലേ, ചളിയൊന്നും ഇല്ലാത്ത വഴിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കാലഹാദി ബിഹാദി, ചളിയൊക്കെ ആകണേ, വസ്ത്രത്തിന്റെ തമ്പത്തൊക്കെ ചളിയാകുമല്ലോ, ആ ചളിയൊക്കെ ഈ പിന്നെ ചളി ഇല്ലാത്ത മണ്ണ് ആയിക്കൊണ്ടാണ് ശരിയായിക്കോളും എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനത്ര പ്രയാസപ്പെട്ട് നീ പള്ളി വരുന്നത്? എൻ്റെ വീടല്ലേ എനിക്ക് ഉത്തമം, വീട്ടിൽ നിന്നാണ് നിസ്കരിച്ചാൽ പോരെ? ഇങ്ങനെ ചെളിയൊക്കെ താണ്ടി കടന്ന് പള്ളി വരേണ്ട ഒരു ആവശ്യം എന്താ എന്ന് റസൂലുള്ളാഹി ചോദിച്ചിക്കണം. റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ചെളിയൊക്കെ ഉണ്ടെങ്കിലും സാരല്ല, അത് ചളി ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നടന്നു പോകുമ്പോൾ അതിൽ ആ നനവൊക്കെ അങ്ങോട്ട് മണ്ണ് പിടിച്ച് ശരിയായിക്കോളും, അതുകൊണ്ട് പ്രശ്നമാക്കണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അങ്ങനെയാണ്. പിന്നെ റസൂലിന്റെ കാലത്ത് തന്നെ ഒരു സ്ത്രീ, പള്ളിക്ക് വരുന്ന ഒരു സ്ത്രീ വഴിയിൽ വെച്ച് മറ്റൊരാൾ മുഖേന പീഡിപ്പിക്കപ്പെട്ടു. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടു. പള്ളിക്ക് വരുന്ന സമയത്താണ് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നബിന്റെ അടുത്ത് കേസെത്തി. നബി എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പീഡിപ്പിച്ച ആളെ ശിക്ഷിച്ചു. പീഡിപ്പിച്ച ആളെ കണ്ടെത്തി അയാൾക്ക് ശിക്ഷ കൊടുത്തു. എന്നാൽ ഈ സ്ത്രീയോട് പറഞ്ഞോ, എന്തിനാ വെറുതെ ഈ സമയത്ത് പ്രയാസപ്പെട്ടൊക്കെ വരുന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പീഡനമൊക്കെ സഹിക്കേണ്ടി വന്നത്?
എന്ന് പറഞ്ഞിട്ടില്ല. ആ സ്ത്രീയോട് അങ്ങനെ യാതൊന്നും റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അപ്പൊ ഏതർത്ഥത്തിലും നമ്മൾ പരിശോധിച്ചാൽ കാണാം, സ്ത്രീകൾ പള്ളിയിൽ നബിന്റെ കാലത്ത് പോയതിന് ശേഷവും പോയിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് മരണപ്പെടും, കുത്തേറ്റ് മരിക്കുന്ന സമയത്ത് ഉമർ ഖത്താബ് മരിക്കുമ്പോൾ ആ പള്ളിയിൽ സ്വന്തം ഭാര്യ ആത്തിഖ റളിയല്ലാഹു അൻഹ ഉണ്ട്. ആത്തിഖ റളിയല്ലാഹു അൻഹയാണ് ഓടി വന്നത്. പിന്നിലെ സഫിൽ നിന്ന് അവർ ഓടി വന്നു കുത്തേറ്റ് കിടക്കണ ഉമർ ഖത്താബിന്റെ അടുക്കലേക്ക്. അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അപ്പൊ ഇത് ഏതെങ്കിലും ആരെങ്കിലും തന്റെ പക്വത ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞൊരു സംഗതിയാണ് എന്നൊന്നും നമ്മൾ ധരിക്കരുത്. ഇത് വളരെ ബോധപൂർവം, വളരെ ശരിക്ക് പഠിച്ച ആളുകൾ ഇത് മറക്കാൻ കഴിയില്ല. ഇതൊരിക്കലും നമുക്ക് തമസ്കരിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകണം. പള്ളി പോയതിൻ്റെ ഗുണം ഒരുപാട് അവർക്കുണ്ട്, അതിൻ്റെ പ്രതിഫലം അവർക്കുണ്ട്. അതവർക്ക് കിട്ടട്ടെ. അത് നമ്മൾ തടയാൻ പാടില്ല. അത് തടയുന്നൊരു വലിയ മഹാപാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അതുപോലെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ ഇതിന് പള്ളിയേക്കാൾ നല്ലത് വീടാണ്, വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് എന്നൊക്കെ പറഞ്ഞ കുറേ ഹദീസുകൾ ഉദ്ധരിക്കാണ്. ഇതൊന്നും പൂർണ്ണമായും സഹീഹായി വന്ന സംഗതികളല്ല. ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കൂടെ നിസ്കരിക്കാൻ നല്ല ആഗ്രഹമുണ്ട് നബി, ഞങ്ങൾക്ക് കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് എനിക്ക് നല്ലത്. അങ്ങനെ നബി സ്വല്ലല്ലാഹി എൻ്റെ കൂടെ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹദീസിനെ പറ്റി നമ്മൾ പഠിച്ചു നോക്കിയാൽ ഒന്ന് അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഹദീസാണ്. ചില പണ്ഡിതന്മാരൊക്കെ അത് സഹീഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പശ്ചാത്തലം ഈ സ്ത്രീ വന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് വന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ യംനഉന അസ്വാജുന അൻ നുസല്ലിയ മഅക. ഭർത്താക്കന്മാർ സമ്മതിക്കണില്ല. ഭർത്താക്കന്മാർ നിങ്ങളെ കൂടെ പള്ളിക്ക് വന്ന് നിസ്കരിച്ച് വരാൻ ഭർത്താക്കന്മാർ സമ്മതിക്കണില്ല. അപ്പൊ ഭർത്താവ് സമ്മതിക്കണില്ലെങ്കിൽ ഒരു പെണ്ണ് ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് പള്ളിയിൽ പോകണോ? അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരോടാണ് ഇസ്ലാമിന്റെ കൽപ്പന, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, പള്ളിയിൽ പോകുന്നതിനെ നിങ്ങൾ തടയരുത്. അത് ഭർത്താക്കന്മാരോടും രക്ഷിതാക്കളോടുമാണ്. ഭർത്താക്കന്മാർ പറ്റൂല, നീ പോകണ്ട എന്ന് പറഞ്ഞാലോ ധിക്കരിച്ചുകൊണ്ട് പെണ്ണ് പോകണോ? ധിക്കരിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ധിക്കരിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സംഭവത്തെ നുഹിബ്ബു സ്വലാത്ത മഅക എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ ഭർത്താക്കന്മാര് യംനഉന അസ്വാജുന അൻ നുസല്ലിയ മഅക എന്നാണ്. ഞങ്ങൾ നിങ്ങളെ നബിന്റെ കൂടത്ത് വന്ന് പള്ളി വന്ന് നിസ്കരിക്കുന്നതിന് ഭർത്താക്കന്മാർ സമ്മതിക്കണില്ല നബിയെ, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ ചോദിക്കണത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് എൻ്റെ വീട്ടിൽ നിസ്കരിക്കുക. അതാ റസൂലുള്ളാഹി ആ സ്ത്രീയോട് പറഞ്ഞതാണ്. അതാണ് നമ്മൾ വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമം എന്ന് സാധാരണ പറഞ്ഞു. പിന്നെ വേറെ ചില ഹദീസുകൾ റഈഫായ ദുർബലമായ ഹദീസുണ്ട്. അതായത് വീടിൻ്റെ ഉള്ളിൽ പോയി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ദുർബലമായ ഹദീസാണ്. അതൊന്നും സഹീഹായി വന്നല്ല. ഇങ്ങനെ സഹീഹായ വളരെ പ്രബലമായ ബുഖാരിയും മുസ്ലിമും അതുപോലെ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നിരവധി ഉദ്ധരിച്ച ഒരുപാട് ഹദീസുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത ദുർബലമായ ചില ഹദീസുകളെ മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് സ്ത്രീകൾ പള്ളി വരുന്നത് പാടില്ല, നിസ്കരിക്കാൻ പള്ളി വരുന്നത് പാടില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്. അതിനെപ്പറ്റി സ്ത്രീകൾ ബോധവാന്മാരാകണം, അതുപോലെ പുരുഷന്മാരും ബോധവാന്മാരാകണം. നമ്മുടെ കീഴിലുള്ള നമ്മുടെ പെൺമക്കളെയും ഭാര്യമാരെയും ഒക്കെ അവരെ നിങ്ങൾ ഈ പള്ളി ലാ തംനഉ ഇമാ അല്ലാഹി ഹുദൂദഹുന്ന മിനൽ മസാജിദ് എന്ന് പറഞ്ഞല്ലോ. പള്ളി വന്നാൽ കിട്ടുന്ന കുറേ സംഗതികളുണ്ട്. ആ സംഗതികളിൽ നിന്ന് നിങ്ങളെ സ്ത്രീകളെ തടയരുത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ കൽപ്പന നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ഖൈർ മനസ്സിലാക്കി, നന്മ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ.